ഹലോ, നമുക്ക് എളുപ്പത്തിലൊരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും സനീസ് ഫ്ലേവർ ഹെവൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറിക്ക് ആവശ്യമായ ചേരുവകൾ: കോഴിമുട്ട, സവാള, ക്രഷ് ചെയ്ത മുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന കോഴിമുട്ടയുടെ അളവിനനുസരിച്ചാണ് കേട്ടോ സവാള. ഞാനിതിപ്പോൾ 7 കോഴിമുട്ട എടുത്തുകൊണ്ടാണ് ഇത്രയും സവാള എടുത്തിരിക്കുന്നത്. സവാള വഴറ്റാനിടുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള വഴഞ്ഞു കിട്ടും. സവാള പകുതി വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അത് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട ശേഷം മുളകൊന്ന് മൊരിയുന്നത് വരെ മാത്രം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട തിളക്കുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി കേട്ടോ. ഇത് മൊത്തം വിനാഗിരിയല്ല, കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ മതി. ഞാൻ വെള്ളം കൂടി കൂട്ടിയിട്ടുള്ള വിനാഗിരിയാണ് കേട്ടോ. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട എല്ലാം പൊട്ടിച്ചൊഴിച്ച ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. കറി എങ്ങനെയായി നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മുട്ട വെന്തിട്ടുണ്ട്. നമ്മളൊരു തവി വെച്ച് ഇളക്കണമെന്നില്ല കേട്ടോ. മുട്ട ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാൻ നമ്മൾ എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട തിളപ്പിച്ചത് റെഡിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ.